ഹലോ മക്കളെ, NIOS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് ഹിസ്റ്ററി ചാപ്റ്റർ 13 ഏർലി സ്റ്റേറ്റസ്, പ്രാചീന രാഷ്ട്രങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഇനി 2 ചാപ്റ്റർ കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി പബ്ലിക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യും കേട്ടോ. അപ്പം നമുക്കതിൽ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ പ്രാചീന രാഷ്ട്രങ്ങളിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ ഏതൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മഹാജനപദാസ് ആൻഡ് മൊണാർക്കിക്കൽ മഹാജനപദാസ്. അപ്പോൾ പ്രജാപത്യപരമായ മഹാജനപദങ്ങളും ഏകാധിപത്യപരമായ മഹാജനപദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അപ്പോൾ എന്താണ് നമുക്ക് ഈ ജനപദങ്ങളിൽ നോക്കാം. അപ്പോൾ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ രാഷ്ട്രങ്ങളായി തീർന്ന രാഷ്ട്രീയ ഘടനയെയാണ് എന്ത് പറയുന്നത്, മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഏകാധിപത്യപരമായ മഹാജനപദങ്ങളാണ്. അപ്പോൾ ഏകാധിപത്യ മഹാജനപദങ്ങളെയാണ് എന്ത് പറയുന്നത്, മൊണാർക്കിക്കൽ മഹാജനപദാസ് എന്ന് പറയുന്നത്. ഈ സംവിധാനത്തിൽ രാജാവ് അഥവാ കുലപതിയായിരുന്നു രാജ്യാതിർത്തിയുടെ തലവന്. ഈ സംവിധാനത്തിൽ വേദകർമ്മങ്ങൾക്കും ബ്രാഹ്മണർക്കും വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നു. രാജാവ് മതപരമായ പല യാഗങ്ങളും നടത്തിയിരുന്നു. മഹാജനപദങ്ങളിൽ രണ്ടാമത്തെ വിഭാഗമാണ് പ്രജാപത്യപരമായ റിപ്പബ്ലിക് മഹാജനപദം അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ മഹാജനപദാസ് എന്നറിയപ്പെട്ടത്. ഇവ ഏകാധിപത്യപരമായ മഹാജനപദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഈ വിഭാഗത്തിൽ രാജാവ്, രാജാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. സഭ എന്ന് വിളിക്കുന്ന പ്രത്യേക അസംബ്ലി ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു. സഭയിൽ അതിലെ അംഗങ്ങൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടത്തുകയോ വോട്ടിങ്ങിനിടുകയും മറ്റും ചെയ്തിരുന്നു. ഇത്തരം അസംബ്ലികൾ 7707 ഓളം രാജാസ് വരെ ഉണ്ടായിരുന്നു. ഈ രാജാസിൽ പ്രത്യേക കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമിയിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് അവർ കൃഷി നടപ്പാക്കിയിരുന്നു. അങ്ങനെ രാജാവിൻ്റെ ഏകാധിപത്യം നിലനിന്നിരുന്ന രാഷ്ട്രങ്ങളെ പ്രജാപത്യ മഹാജനപദങ്ങൾ എന്നും ഏകാധിപത്യപരമായ മഹാജനപദങ്ങൾ എന്നും, എന്നാൽ സഭ എന്നു പേരുള്ള ഒരു സമിതിയിൽ നിന്നും രാജാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സഭയുടെ നിയന്ത്രണത്തിൽ രാജാവ് ഭരണം നടപ്പാക്കിയിരുന്ന രീതിയെ പ്രജാപത്യപരമായ മഹാജനപദങ്ങൾ എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഹൗ ഡിഡ്, അപ്പം നമ്മൾ മൗര്യ ഡൈനാസ്റ്റി നമുക്കിതിൽ കുറച്ച് നോക്കാണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും അശോകനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു ബുക്കിൽ കവർ ചെയ്തുകൊണ്ട് ടീച്ചർ അത് എടുക്കുന്നില്ല. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഹൗ ഡിഡ് ഗുപ്ത സ്റ്റേറ്റ് എക്സ്പാൻഡ്. അപ്പോൾ എക്കാലത്താണ് അല്ലെങ്കിൽ എപ്രകാരമാണ് ഗുപ്ത സാമ്രാജ്യം വികാസം പ്രാപിച്ചത്. അപ്പം നമ്മൾ ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി ടീച്ചർ പറയാം കേട്ടോ. ഗുപ്ത സാമ്രാജ്യ വിസ്തൃതി മൗര്യന്മാരോളം വന്നില്ലെങ്കിലോ ഏതാണ്ട് പകുതിയോളം വടക്കുഭാഗവും ഉപഭൂഖണ്ഡത്തിൻ്റെ കേന്ദ്രഭാഗങ്ങളും വരെ ഗുപ്ത സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. അപ്പം നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ഗുപ്ത രാജാവായിരുന്നു സമുദ്രഗുപ്തൻ അല്ലെങ്കിൽ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭരണ സംവിധാനത്തിൻ്റെ കേന്ദ്രബിന്ദു രാജാവായിരുന്നു. സിവിൽ ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നീതിന്യായ സംവിധാനത്തിൻ്റെയും തലവൻ രാജാവായിരുന്നു. എന്നാൽ അതേസമയം അവർ അനിയന്ത്രിതമായ സ്വേച്ഛാധിപതികളായിരുന്നില്ല. അപ്പോൾ ഒരു സ്വേച്ഛാധിപത്യ രീതിയിലുള്ള ഭരണമല്ല അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവായ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, അപ്പോൾ അതാണ് അവരുടെ പ്രത്യേകത കേട്ടോ. രാജപദവി സ്വീകരിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഗുപ്ത രാജാക്കന്മാർ. അപ്പോൾ മൂന്നാമത്തെ രാജാവായ ചന്ദ്രഗുപ്തൻ മഹാരാജാധിരാജ എന്ന സ്ഥാനപദവി സ്വീകരിച്ചു. ലിച്ഛവി രാജകുമാരിയെ വിവാഹം കഴിച്ച അദ്ദേഹം ഇതുവഴി ഗുപ്തന്മാരുടെ അധീനതയിൽ കൊണ്ടുവന്നു. അപ്പം മഗധ കൂടി ഗുപ്തന്മാരുടെ കീഴിൽ കൊണ്ടുവന്ന ഒരു ഗുപ്ത രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ഇദ്ദേഹമാണ് മഹാരാജാധിരാജ എന്ന പേര് സ്വീകരിച്ചത് കേട്ടോ. അപ്പോൾ ഗുപ്തന്മാരുടെ കീഴിലാണ് ഏത് കാലഘട്ടം ആരംഭിച്ചത്, ഗുപ്ത യുഗം അല്ലെങ്കിൽ ഗുപ്ത കാലഘട്ടം ആരംഭിച്ചത്. അപ്പോൾ ഇവരുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച്, ആരുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച്, ഗുപ്ത രാജാക്കന്മാരുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അലഹാബാദ് സ്തംഭലിഖിതത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അലഹാബാദ് സ്തംഭലിഖിതത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് സമുദ്രഗുപ്തൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചായിരുന്നു.
അപ്പോൾ അതുപോലെ തന്നെ BC 380 സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമനെ അധികാരത്തിൽ നിയമിക്കുകയോ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ആക്രമണങ്ങളിലൂടെയും വിവാഹബന്ധങ്ങളിലൂടെയോ തൻ്റെ സാമ്രാജ്യത്തെ പരമാവധി വികസിപ്പിച്ചു. അപ്പോൾ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗുപ്ത രാജാക്കന്മാർ കൈക്കൊണ്ടിരുന്ന ഒരു നടപടിയാണ് വൈവാഹിക ബന്ധം സ്ഥാപിക്കുക എന്നത് കേട്ടോ. അങ്ങനെ ചന്ദ്രഗുപ്തന് ശേഷം ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുക മാത്രമല്ല ഏകീകരിക്കുകയും ചെയ്തു. കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ച ഒരു ഗുപ്ത രാജാവായിരുന്നു ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് മക്കളെ നിങ്ങളെ MCQ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് കേട്ടോ. അപ്പോൾ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ചന്ദ്രഗുപ്ത രാജാവായിരുന്ന ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ്, ആസിസ് ദ ഇവാല്യൂഷൻ ഓഫ് എ ചോള അഡ്മിനിസ്ട്രേഷൻ. ചോള സാമ്രാജ്യത്തിൻ്റെ പരിണാമം വിലയിരുത്തുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചോള സാമ്രാജ്യത്തിൻ്റെ പരിണാമം ഉണ്ടായതെന്നാണ് നമ്മൾ പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു ആരുടേത്? ചോളന്മാരുടേത്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ദക്ഷിണേന്ത്യയിൽ ഭരണം നടപ്പിലാക്കിയിരുന്ന 3 രാജവംശങ്ങളായിരുന്നു ഏതൊക്കെ? ചേര, ചോള, പാണ്ഡ്യ കിങ്ഡം അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ആരുടേത്? ചോളന്മാരുടേത്. ഇവരെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാകുന്നത് സംഘം കൃതികളിൽ നിന്നോ അശോകൻ്റെ ശാസനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള തെളിവുകൾ ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? അശോക ശാസനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സംഘം കൃതികളിൽ നിന്നുമായിരുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ 1-ാം ചോള സാമ്രാജ്യം സ്ഥാപിച്ചു. അപ്പോൾ 1-ാം ചോള സാമ്രാജ്യം സ്ഥാപിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? കരികാല ചോളൻ്റെ കാലഘട്ടത്തിൽ AD 1-ാം നൂറ്റാണ്ടിൽ. പിന്നീട് അതിൻ്റെ പതനത്തിനു ശേഷം AD 847 വിജയാല ചോളൻ 2-ാം ചോള സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു. അവരുടെ തലസ്ഥാനം 2-ാം ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തഞ്ചാവൂർ ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ കൃത്യമായൊരു ഭരണ സംവിധാനം നിലനിർത്തിയിരുന്നവരായിരുന്നു ആര്? ചോളന്മാർ. ഭരണത്തിൻ്റെ സൗകര്യത്തിനായി അതിനെ 3ആയി തരംതിരിച്ചു. അപ്പോൾ ചോള സാമ്രാജ്യം ഭരണത്തിനായി 3ആയി തരംതിരിച്ച് ഏതൊക്കെയായിരുന്നു? 1 കേന്ദ്രഭരണം, 2 പ്രാദേശിക ഭരണം. ആ പ്രാദേശിക ഭരണത്തിന് പുറമെ രാജ്യം എങ്ങനെയായിരുന്നു? മണ്ഡലങ്ങളെ വലനാടുകളെ നാടുകളും നാടുകളെ കൂട്ടങ്ങളെ ഗ്രാമങ്ങളായി വിഭജിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ നോക്കാം. അപ്പോൾ എല്ലാ ഭരണത്തിൻ്റെയും തലവൻ രാജാവായിരുന്നു. പരമ്പരാഗതമായാണ് രാജാധികാരം ലഭിച്ചിരുന്നത്. അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാർ ഉണ്ടായിരുന്നു. മന്ത്രിമാരുടെ കൗൺസിലാണ് ഉദയൻകൂട്ടം എന്നറിയപ്പെട്ടത് കേട്ടോ. ഇനി നമുക്ക് പ്രാദേശിക ഭരണം നോക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രാദേശിക ഭരണം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇവരുടെ സെക്രട്ടറി കേട്ടോ. അപ്പോൾ ഇവരുടെ ചുമതല ദിനം പ്രതിദിനുള്ള ഭരണവും രാജാവിൻ്റെ ഉത്തരവുകളും നിയമങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരുന്നു. ആരുടെ? ഉദയൻകൂട്ടത്തിൻ്റെ ചുമതല കേട്ടോ. ഇതിലെ സെക്രട്ടറി ഒലൈ നായകം എന്ന പേരിലും ക്ലർക്കിനെ വിദ്യാധികാരി എന്ന പേരിലും അറിയപ്പെട്ടു. ഇതായിരുന്നു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെട്ടത്. നെക്സ്റ്റ് വൺ പ്രൊവിഷണൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ പ്രാദേശിക ഭരണം. അപ്പോൾ പ്രാദേശിക ഭരണത്തിൽ എങ്ങനെ വരിക? രാജ്യം അഥവാ രാജാവിൻ്റെ നിയന്ത്രണത്തിൽ. അപ്പോൾ പ്രാദേശിക ഭരണത്തിൽ മണ്ഡലങ്ങളായും സാമ്രാജ്യത്തെ എന്തായി വിഭജിച്ചിരുന്നു? മണ്ഡലങ്ങളായും, മണ്ഡലങ്ങളെ വലനാടുകളായും, വലനാടുകളെ നാടുകളായും, നാടുകളെ കൂട്ടങ്ങളെ ഗ്രാമങ്ങളായും വിഭജിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയും, പിന്നെ സ്റ്റേറ്റ് പറയും, പിന്നെ ജില്ല പറയും, പിന്നെ താലൂക്ക് പറയും, പിന്നെ ഗ്രാമം എന്ന് പറയില്ലേ, പഞ്ചായത്ത് പറയില്ലേ, ഇങ്ങനെ വിഭജിച്ചിരുന്നു കേട്ടോ. ഇനി അതിൽ നമുക്ക് എന്ത് നോക്കാണ്? റൂറൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ ഗ്രാമ സ്വയംഭരണം. ഉത്തരമേരൂരിൽ നിന്ന് ലഭിച്ച 2 ചോള ലിഖിതത്തിൽ നിന്നാണ് ഇവിടുത്തെ ഗ്രാമസഭകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അതിൽ നിന്നും ചോള സാമ്രാജ്യത്തിൽ 2 തലത്തിലുള്ള ഗ്രാമസഭകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചോള സാമ്രാജ്യത്തിലുള്ള 2 ഗ്രാമസഭകളാണ്. ഒന്ന് ബ്രഹ്മോദയ ഗ്രാമം എന്ന പേരിലോ 2 ഊര എന്ന പേരിലും അറിയപ്പെട്ടത് കേട്ടോ. ഒന്ന് ബ്രഹ്മോദയ ഗ്രാമം എന്ന പേരിലോ, ഇത് ബ്രാഹ്മണരുടെ ഗ്രാമമാണ്. ഇത് ബ്രഹ്മോദയ ഗ്രാമം എന്നോ, ഊര് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ താമസിച്ചിരുന്ന ഗ്രാമം കേട്ടോ. അപ്പോൾ മഹാസഭയും ഇതിലെ അസംബ്ലി ബ്രാഹ്മണരുടെ അസംബ്ലി മഹാസഭയെന്നോ സാധാരണക്കാരുടെ സഭ മണ്ഡലം എന്നുമാണ് വിളിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ നോക്കാം നമുക്ക് മഹാസഭയുടെ രീതികളെ. അപ്പോൾ ബ്രാഹ്മണരുടെ സഭയാണ് മഹാസഭ കേട്ടോ. ഇവയുടെ രൂപീകരണത്തിന് വേണ്ടി ഓരോ ഗ്രാമത്തെയും 30 വാർഡുകളായി വിഭജിച്ചു. ഓരോ വാർഡിനും ഒരു പ്രതിനിധി ഉണ്ടാവും. പ്രതിനിധിയായി മത്സരിക്കാൻ യോഗ്യതകൾ നിശ്ചയിച്ചിരുന്നു. സ്വന്തം ഉടമസ്ഥതയിൽ സ്ഥലം വേണം.
ആ സ്ഥലത്ത് താമസിക്കാൻ സ്വന്തം വീട് വേണം. ഇതൊക്കെയാണ് മഹാസഭയായ ബ്രാഹ്മണരുടെ സഭയിലുള്ള യോഗ്യതകൾ കേട്ടോ. പിന്നെ ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളവരുടെ പേരുകൾ ഓലെഴുതി ഒരു കുടത്തിലിടും. ഓരോ വാർഡിൽ നിന്നും കൊണ്ടുവരുന്ന കുടത്തിൽ നിന്നും ഓരോ നറുക്കെടുത്തിട്ടാണ് അംഗങ്ങളെ നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 അംഗങ്ങളിൽ നിന്നുമാണ് വ്യത്യസ്ത കമ്മിറ്റികൾ ഉണ്ടാവുക. ഇങ്ങനെ മഹാസഭ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സഭ അല്ലേ, അംഗങ്ങളെ പെരുമാക്കൾ എന്നും കമ്മിറ്റിയിലെ അംഗങ്ങളെ വാര്യം പെരുമാക്കൾ എന്ന പേരിലുമാണ് അറിയപ്പെട്ടത്. അപ്പോൾ മക്കളെ, നമ്മുടെ ഈ ചാപ്റ്റർ ഇതോടെ തീർന്നു. ഇനി നമുക്ക് 2 ചാപ്റ്ററുകൾ എക്സാം ബേസ്ഡ് ആയിട്ട് എടുക്കാനുള്ളത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്സ്.